എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദൻ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രകൃതി അതിന്റെ രൗദ്രഭാവം പൂണ്ടപ്പോൾ ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴേക്കും വിധി കവർന്നെടുത്തത് ഒരു നാടിന്റെ സ്വപ്നങ്ങളെയും പ്രിയപ്പെട്ടവരെയുമാണ്. പച്ചപ്പും കുളിരും മാത്രമുണ്ടായിരുന്ന വയനാടിന്റെ മണ്ണ് അന്ന് കണ്ണീരിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായി മാറിയിരുന്നു. നഷ്ടപ്പെട്ടവരുടെ ജീവന് പകരമാകുവാൻ ഭൂമിയിൽ മറ്റൊന്നില്ല. കുറ്റവരും ഉടയവരുമില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പകച്ചു നിന്ന ആ സഹോദരങ്ങളെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു. പുനരധിവാസത്തിന്റെ പാതയിൽ അവർക്ക് തണലേകുവാൻ തകർന്നു പോയ ജീവിതങ്ങൾ ഒന്നിൽ നിന്നും പടുത്തുയർത്തുവാൻ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കൈകോർത്തു. കേരളത്തിലുള്ള ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളും നമ്മെ സാമ്പത്തികമായി സഹായിച്ചു. പുനരധിവാസത്തിന് സർക്കാർ ഏറ്റെടുത്ത കൽപ്പറ്റ ഈസ്റ്റേൺ എസ്റ്റേറ്റ് ഭൂമിയിൽ നിർമ്മിച്ച ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 178 വീടുകളാണ് പൂർത്തീകരിച്ച് പട്ടയ വിതരണം നടത്തിയത്. നിലവിൽ 402 വീടുകളാണ് പൂർത്തീകരിക്കുന്നത്. 7 സെന്റിൽ 100 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമും ഹാളും സോളാർ പാനലോട് കൂടിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ സർക്കാരിന് നൽകുന്നെങ്കിൽ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ നൽകുന്നത് കേരളത്തിലുള്ള ജനങ്ങൾക്കാണ്. കാരണം കേരളത്തിലുള്ള ജനങ്ങളുടെ പണം ഉപയോഗിച്ചാണ് ആ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ജനങ്ങൾ നൽകിയ പണത്തിന്റെ 10% മാത്രമേ ഈ പദ്ധതിക്ക് ചെലവഴിച്ചിട്ടുള്ളൂ. കാരണം ഇത് എത്ര ഇനി കൂടിയാലും അത് സേഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ഈ വീട് ചെറിയ കുടുംബങ്ങൾക്കൊക്കെ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് അംഗങ്ങൾ കൂടുന്ന കുടുംബമാണെങ്കിൽ 2 ബെഡ്റൂമാണ് ആകുള്ളത്. പിന്നെ ഒരൊറ്റ ബർത്തുകളില്ല. ഈ സാധനങ്ങളൊന്നും സൂക്ഷിക്കാൻ പോലും ഒരു സ്ഥലമല്ല. 20 ലക്ഷം മതിയാവൂല ഇതിന്? അല്ല, വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് ഇത്ര പൈസ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇതിലും നല്ല സേഫ്റ്റിയുള്ള വീടുകൾ ഓരോരുത്തർ ഇതിലും പറഞ്ഞ 5 ലക്ഷത്തിനൊക്കെ ഉണ്ടായി കാണിച്ചു തരുന്നുണ്ട്. ജനങ്ങൾ നൽകിയ പണം 773 കോടി 98 ലക്ഷം രൂപയാണ്. പക്ഷേ ഇതിൽ വലിയ അഴിമതി നടന്നിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടൗൺഷിപ്പിൽ ഒരു വീട് നിർമ്മിക്കുവാൻ 20 ലക്ഷം രൂപയാകുമ്പോൾ 402 വീടുകൾ നിർമ്മിക്കുവാൻ 80 കോടി 40 ലക്ഷം രൂപയാകുന്നു. കേന്ദ്ര സർക്കാർ നൽകിയത് 934 കോടി രൂപ. NDR ഫണ്ടിൽ നിന്ന് കൊടുത്ത 215 കോടി രൂപയും മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത 153 കോടി രൂപയും ദുരന്ത നിവാരണത്തിന് കേന്ദ്രത്തിൽ നിന്ന് നൽകിയ 530 കോടി രൂപയും അവശിഷ്ടങ്ങൾ മാറ്റുവാൻ 36 കോടി രൂപയും അനുവദിച്ചു. അങ്ങനെ ആകെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചത് 934 കോടി രൂപയാണ്. അവശിഷ്ടങ്ങൾ മാറ്റുവാൻ അനുവദിച്ച 36 കോടി രൂപ ചിലവാക്കിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. അപ്പോഴും 934 കോടിയിൽ നിന്ന് 36 കോടി രൂപ കുറച്ചു കഴിഞ്ഞാൽ 898 കോടി രൂപ കാണണം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ച തുക കർണാടക സർക്കാരും ആന്ധ്ര സർക്കാരും 10 കോടി രൂപ വീതവും, രാജസ്ഥാൻ സർക്കാരും തമിഴ്നാട് സർക്കാരും 5 കോടി രൂപ വീതവും, അങ്ങനെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 200 കോടിയോളം രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ച 773 കോടി 98 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച 898 കോടി രൂപയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച 200 കോടി രൂപയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1871 കോടി 98 ലക്ഷം രൂപ വരുന്നുണ്ട്. ടൗൺഷിപ്പിന് 402 വീടിന് 20 ലക്ഷം രൂപ വീതം 80 കോടി 40 ലക്ഷം രൂപയാകുമ്പോൾ, പുതിയ ആശുപത്രിക്ക് 20 കോടി രൂപയാകുമ്പോൾ, പുതിയ സ്കൂളിന് 20 കോടി രൂപയാകുമ്പോൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 20 കോടി രൂപയാകുമ്പോൾ, ദുരന്ത ബാധിതരുടെ കടം എഴുതിത്തള്ളാൻ 18 കോടി 75 ലക്ഷം രൂപയാകുമ്പോൾ ആകെ 159 കോടി 15 ലക്ഷം രൂപയാകുന്നു. 1871 കോടി 98 ലക്ഷം രൂപയിൽ നിന്ന് 159 കോടി 15 ലക്ഷം രൂപ കുറച്ചു കഴിഞ്ഞാൽ 1712 കോടി 83 ലക്ഷം രൂപ ബാലൻസ് കാണണം. ഈ പണം സർക്കാരിന്റെ പക്കൽ സുരക്ഷിതമാണോ അതോ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വീതിച്ചെടുത്തിട്ടുണ്ടോ? ദുരന്ത നിവാരണത്തിന്റെ കണക്ക് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ വലിയ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. മൃതദേഹം സംസ്കരിക്കാൻ ഓരോ മൃതദേഹത്തിനും 75,000 രൂപയായെന്ന് എഴുതി ചേർക്കുകയും സന്നദ്ധ സംഘടനകൾ സൗജന്യമായി നടത്തിയ മൃതദേഹ സംസ്കാരത്തിന്റെയും വസ്ത്ര വിതരണത്തിന്റെയും ആഹാര വിതരണത്തിന്റെയും കണക്കുകൾ സർക്കാർ അവരുടെ അക്കൗണ്ടിൽ എഴുതി ചേർത്താണ് ഹൈക്കോടതിക്ക് സമർപ്പിച്ചത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഓഡിറ്റിംഗ് ശരിയല്ലെന്നും കണക്കുകൾ കൃത്യമല്ലെന്നും ഹൈക്കോടതി വിലയിരുത്തുകയുണ്ടായി. സർക്കാരിനെതിരെ അന്ന് നടന്ന ഗുരുതര ആരോപണങ്ങൾ സർക്കാർ കണക്കുകളിൽ കൃത്രിമം കാണിച്ചെന്നും സന്നദ്ധ സംഘടനാ പ്രവർത്തകർ സൗജന്യമായി നടത്തിയ സംസ്കാര ചടങ്ങുകളും ആഹാര വിതരണവും വസ്ത്രവിതരണവും സർക്കാർ അവരുടെ അക്കൗണ്ടുകളിൽ എഴുതി ചേർത്ത് ഹൈക്കോടതിക്ക് സമർപ്പിച്ചെന്നും
സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുവാൻ കാലതാമസം നേരിട്ടെന്നുമാണ് അന്നത്തെ പ്രധാന ആരോപണം. ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും സർക്കാർ ഈ ആരോപണങ്ങളെല്ലാം വളരെ ലാഘവത്തോടു കൂടിയാണ് സമീപിച്ചിരുന്നത്. ഒരു വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ അടുത്ത വിവാദം ഉണ്ടാക്കുകയായിരുന്നു സർക്കാരിന്റെ പതിവ്. പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ദുർഭരണത്തിൽ അന്നു മുതൽ ഇന്ന് വരെ മൃദു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. കരയോഗ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതിപക്ഷമായിട്ടാണ് ജനങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണവും തീരുമാനവും അന്വേഷണവും ഉണ്ടാവുമോ? 1871 കോടി 98 ലക്ഷം രൂപയിൽ നിന്ന് ചിലവാക്കിയ 159 കോടി 15 ലക്ഷം രൂപ കുറച്ചു കഴിഞ്ഞാൽ 1712 കോടി 83 ലക്ഷം രൂപ എവിടെ? ഇതിന് കൃത്യമായ സുതാര്യമായ ഒരു ഓഡിറ്റിംഗ് ഉണ്ടാകുമോ? അതോ അവർ പറയുന്ന കണക്കുകൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നാണോ? ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള സകല വകുപ്പുകളും ഇവർ തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവർക്കാരെയും ഭയമില്ല. ഈ അഴിമതി ഭരണം കേരളത്തിലുള്ള ജനങ്ങൾ എത്രനാൾ സഹിക്കണം? ഈ അഴിമതി കേരളത്തിലുള്ള ജനങ്ങൾ എത്രനാൾ സഹിക്കണം?